ഒരു പ്ലേറ്റ് എടുത്തു എനിക്ക് പണിയുണ്ട് ഉണ്ണിയെ. ഒരു ദൈവദൂതൻ. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഹിന്ദുസ് മാത്രമാണ് ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങളിലും നമ്മുടെ മതവിശ്വാസങ്ങളുടെ കാര്യങ്ങളിലൊക്കെ കുറച്ച് പുറകോട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. മറ്റു മതക്കാരെല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പള്ളിയിൽ പോവും. ക്രിസ്ത്യൻസ് ആണെങ്കിൽ, മുസ്ലിംസ് ആണെങ്കിൽ ദിവസവും അവർ നിസ്കരിക്കും അല്ലേ. നമ്മൾ എന്താ പറയുക, ദീപം കാട്ടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ആരാധനാലയങ്ങളിൽ പോകുന്നത് ഒരു പതിവ് ശീലമല്ല. ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിലൊക്കെ ഒന്ന് പോവുകയാണേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എപ്പോഴും പറയണമാരിന് ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്. നമ്മൾ അയ്യപ്പൻകാവിക്ക് പുത്തനക്കാവിക്കായിട്ടാ പോണ്. പുത്തനാൽക്കിന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും പുത്തനക്കാവ് എന്നല്ലേ പറയും. ഞങ്ങള് പുത്തനാൽക്കിലേക്കാണോ പോണത് കേട്ടോ. ഞാൻ പുത്തനക്കാവ് എന്ന് പറയല്, ഏട്ടൻ പറയും പുത്തനാൽക്കൽ എന്ന് പറയാനായിട്ട്. പക്ഷേ നാട്ടിൽ വരുന്നില്ല, അങ്ങനെ വരുന്നുള്ളൂ. ഞാനങ്ങനെ മതവും മതവിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് പറഞ്ഞല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കാണാറുള്ള കാര്യമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു പ്രാർത്ഥനാശീലവും ഇത്തിരി വിശ്വാസവും ഒക്കെ ഉള്ളത് നല്ലത് തന്നെയല്ലേ. പക്ഷെ നമ്മുടെ ഒരു ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ അമ്പലത്തിൽ പോകും. എല്ലാവരുടെ കാര്യമല്ല, അപൂർവം ചില ആൾക്കാരൊക്കെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ദിവസവും അമ്പലത്തിൽ പോകുന്നേയും പ്രാർത്ഥിക്കുന്നേയും എല്ലാം ഉണ്ട്. കൂടുതൽ പേര് എനിക്ക് തോന്നുന്നത് വല്ലപ്പോഴും ഒക്കെയാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നതെന്ന്. ഞങ്ങളാണെങ്കിലും അങ്ങനെ വല്ലപ്പോഴും അമ്പലത്തിൽ പോകുന്നവരാണ് കേട്ടോ. പുണ്യോളെ കൊണ്ട് പോയി തൊഴുതിട്ട് കുറേ ആയി. ഇന്നിപ്പോൾ ആണെങ്കിൽ ഞാനും ഏട്ടനും സ്കൂട്ടിയിലാണ് പോണത്, മക്കളെ കൊണ്ടുപോകണില്ല. ഒന്നല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഏതോരും ബാധിക്കും ഓരോ കാര്യം ഉണ്ടാക്കും. ഇന്നിപ്പോൾ വണ്ടിയുടെ പ്രശ്നമാണ്. നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ വണ്ടി വിളിച്ച് പോകുന്നതൊക്കെ ചില സമയത്ത് ബുദ്ധിമുട്ടുകളാവുക കാരണം കൊണ്ട് അങ്ങനെ ഞാനും ഏട്ടനും കൂടി അവിടെ പോകും. ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോ വിളിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പറയുക, നമ്മുടെ ഒരു മതവിഭാഗത്തിലാണ് അങ്ങനെ കൂടുതൽ നിർബന്ധിതമായിട്ട് ഈ പ്രാർത്ഥന വഴിപാടുകൾ അമ്പലത്തിൽ പോകുന്നത് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്തത്. മറ്റു മതങ്ങളിലൊക്കെ അതിന് കുറച്ചൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ മതപരമായ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇപ്പോൾ ഈ മദ്രസ പോലെ അല്ലെങ്കിൽ പള്ളിയിലുണ്ടാവുമല്ലോ അവർക്ക് അവരുടേതായ ക്ലാസ്സുകളും മറ്റുമൊക്കെ. പക്ഷെ നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ പുരാണ കഥകൾ പോലും നമ്മുടെ കുട്ടികൾക്കറിയില്ല. നമ്മുടെ കുട്ടികൾക്ക് പോയിട്ട് നമുക്ക് തന്നെ അറിയില്ല. സംസ്കൃതം പഠിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് എന്തൊക്കെയോ അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലതാണ് പ്രാർത്ഥനയും കാര്യങ്ങളും വിശ്വാസവും ഒക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. അമിതമായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ് അതൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളേ. അമ്പലത്തിൽ പോയി ഭഗവതിയെ കണ്ട് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ എൻ്റെ കെട്ടിയവൻ ഒരു ലോട്ടറി, ഒന്നോ രണ്ടോ ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, എവിടെ പോയാലും മൂപ്പർക്ക് ലോട്ടറി എടുക്കണം. ഒരു പ്രതീക്ഷയും കൂടിയാണ് ഈ ഒരു ലോട്ടറി എടുക്കുന്ന കഥ അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ടിഫിൻ്റെ പണിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ടിഫിൻ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തെങ്ങിൻ്റെ വീട്ടിൽ തേങ്ങ ഉണ്ടാക്കാൻ പോയപ്പോൾ എൻ്റെ ഉണ്ണി മണ്ഡപത്തിൽ വിളക്ക് വയ്ക്കുകയാണ്. ഇതെന്നുള്ള ശീലയേ അല്ല, ഏട്ടനാണ് വിളക്ക് വയ്ക്കാറ്. ഇന്നിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയ കാരണം കൊണ്ട് മാത്രം അവൻ പോയി വിളക്ക് വയ്ക്കുന്നതാണ് കേട്ടോ. അവർക്കൊന്നും, എൻ്റെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല. അവരെ നിർബന്ധിച്ചിട്ട് വേണം മണ്ഡപത്തിലേക്കൊന്ന് പോയി തൊഴിക്കാനും വിളക്ക് വെപ്പിക്കാനും ഒക്കെ. വീട്ടിലെ ദീപം കാട്ടുമ്പോൾ തന്നെ അത് ഓരിയപ്പാണ്. ഒരു സേട്ടൻ, ഒരു സനിയൻ, ഒരു സമ്മ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ടിഫിൻ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മുടെ മീൻ വണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് മത്തി മീൻ മേടിച്ച് വരികയാണ് എൻ്റെ അച്ചൂട്ടൻ. എണീറ്റ് വന്ന് കുളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത്. പക്ഷെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പല്ല് തേപ്പ് കഴിഞ്ഞ് വെറും ഒരു ഗ്ലാസ് കാലിച്ചായം കുടിച്ച് നിൽക്കായിരുന്നേ. ചൂട്ടനെ ഒരു വക പറഞ്ഞാൽ കേൾക്കില്ല. എന്നെ എപ്പോൾ പറയാൻ തുടങ്ങിയാണ് അറിയോ, കുളിക്കാനായിട്ട് പറഞ്ഞിട്ട് ചങ്കിലെ വെള്ളം വറ്റിയെന്നല്ലാണ്ട് ഓനൊരു വക പറഞ്ഞാൽ കേൾക്കാത്ത ശീലമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നല്ലൊരു നോട്ടമൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ റെഡി ആയിക്കോളും. ഞാൻ ഓർത്ത് സ്കൂളില്ലാത്തല്ലേ എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ എന്ന്. വിശക്കണമൊന്നുമില്ല, എന്നാലും അടുക്കള ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയണമൊക്കെ ഉണ്ട്. മൈക്ക് വെച്ച് കളി തന്നെയാണ് ഇപ്പോൾ മെയിൻ പരിപാടി. ആദ്യം അപ്പുറത്തുണ്ടായിരുന്നു, ടി വി കാണുമായിരുന്നു. അവൻ്റെ കുളിയെല്ലാം കഴിഞ്ഞാണ് കേട്ടോ. അപ്പം ഞാൻ അവനെ അടുക്കളയിലോട്ട് വിളിച്ചാണ്. ടിഫിനൊക്കെ ആക്കി ദോശ ചൂടോടെ അങ്ങോട്ട് കൊടുക്കാമല്ലോ. എനിക്ക് രാവിലെ അവർ ബ്രെഡും ചായയും കുടിച്ചണമെങ്കിലും കൂടെ അവർക്ക് വിശക്കുവോ ഇത്തിരി വൈകിയല്ലേ എന്നുള്ളൊരു ചിന്തയാണ്. എന്നുവെച്ചാൽ രാവിലെ
സ്കൂളൊക്കെ ഉള്ള ദിവസത്ത് അധികം ഒരു 7:45, 7:30 ആകുമ്പോഴത്തേക്ക് ടിഫിൻ കഴിക്കുന്നതാണ് രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് എനിക്കാണ് തിരക്ക്. ഉണ്ണികൾക്ക് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതാലും ശരി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്താലും ശരി, നമ്മുടെ മനസ്സ് അങ്ങോട്ട് നന്നായിട്ട് നല്ലോണം ഓക്കെ ആവൂല അല്ലേ? മനസ്സിലെപ്പോഴും ഒരു ആദ്യം വ്യാധിയും ഒരു ടെൻഷനും ഭയങ്കര പിരിമുറുക്കങ്ങളുടെ ഒക്കെ ഒരു വേലിയേറ്റവും വേലിയിറക്കവും നടന്നുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനത്തെയൊക്കെ ഒരു സമയമാണ് ഇപ്പോൾ കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരവസ്ഥ. ചിലപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ, ഇത് എന്തിനാ നമ്മൾ വിഷമിക്കണേ, എന്താ കാരണം എന്ന് നമുക്ക് അറിയൂല. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ ഉണ്ണിയോളം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർക്കൂല. ഓരെന്നെ ഓരുടേതായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ. ഒരു സ്കൂളിലൊക്കെ പോയ സമയത്താണ് എനിക്ക് വല്ലാണ്ടൊരു എന്തോ മാതിരിയൊക്കെ ആവുന്നത്. എപ്പോഴും അല്ല, അതെന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഒക്കെ ശരിയാവും, ഈ സമയവും കടന്നു പോകും. നമ്മളെപ്പോഴും പറയണ മാതിരി ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉണ്ണിക്ക് എന്തൊക്കെയോ ചെയ്യേണ്ട അറിയില്ല, മാതിരി പ്രഹസനമാണ്. അമ്മയെക്കാളും വലിയ കൊണിയനാണ് അവൻ. പൊതുവെ എന്നെ കമൻറ്റിൽ വന്നിട്ട് ഞാൻ ഇത്തിരി കൊഞ്ചലാണ് കൊണിച്ചിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സംസാര രീതി അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിലും കുറച്ച് കൊണിച്ചിയൊക്കെ തന്നെയാണ്, അത് വാസ്തവം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്നെ എൻ്റെ കെട്ടിയോനും മക്കളും നല്ല രീതിക്ക് കൊഞ്ചിക്കാറുണ്ട്. അതിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ വീട്ടിൽ മുതിർന്ന കുട്ടിയാണെങ്കിലും കെട്ടിക്കൊണ്ടുവന്നോടത്ത് ഞാൻ ഏറ്റവും ഇളയതാണ്. പിന്നെ ഇവിടുത്തെ ഒരേ ഒരു പെണ്ണല്ലേ, അപ്പം അതിൻ്റേതായ ഇത്തിരി കൊണിച്ചിലും കൊഞ്ചലും ഒക്കെ എനിക്കുണ്ടാവും. അതിൻ്റെ പ്രശ്നങ്ങളാണ് കേട്ടോ. പക്ഷെ വേറെ ആരടുത്തും ഇങ്ങനെ കൊണിയാനും കൊഞ്ചാനൊന്നും ഞാൻ നിൽക്കാറില്ല. ഒക്കെ നമ്മുടെ ഈ വീടിൻ്റെ അടുക്കളപ്പുറവും ഉമ്മറവും അടച്ചിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം. അമ്മയുടെ അച്ചുവിൻ്റെയും കൊണിച്ചിലും പ്രഹസനവും കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത്രയാവാന്നും പറഞ്ഞിട്ട് ആദ്യത്തെ വന്ന് അവൻ്റെ ബോഡി ഷോ ഒക്കെ കാണിക്കുകയാണ്. കുറച്ച് നാൾ ജിമ്മിനൊക്കെ പോയാണ്. പിന്നെ അന്ന് ഒരു തവണ വീണു. അതിനുശേഷം മുട്ടിൻ്റെ താഴേക്ക് കുറച്ച് വേദനയൊക്കെ ആയി, അരയ്ക്ക് വേദനയായി. അപ്പോൾ തൽക്കാലം നമ്മൾ ജിമ്മൊക്കെ നിർത്തി. പിന്നെയാണ് കരാട്ടയ്ക്ക് പോക്ക് തുടങ്ങിയത്. നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. യെല്ലോ ബെൽറ്റും പിന്നെ ഇതാ വേറൊരു ബെൽറ്റും കൂടി, വൈറ്റ് ബെൽറ്റും. ആ 1-2 ബെൽറ്റേ ആയുള്ളൂ. അടുത്ത ബെൽറ്റ് കിട്ടാനുള്ള ആ ഒരു പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ആ സെൻറ്റർ തന്നെ പൂട്ടിയിട്ടോ. അവിടെ കുട്ടികൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യം വേറെ 1-2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് തുടർന്നത് കൊണ്ടുപോകാവുന്നതിൽ താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദൂരെ പോയിട്ടാണ് വേറൊരു സെൻറ്റർ ഉള്ളത്. ബസ്സിനൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എത്താനൊക്കെ പാടാണെന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂപ്പർക്ക് ജിമ്മിന് പോകണത്രേ. തടി കുറയ്ക്കാനല്ല, ഇങ്ങനെ ബോഡി ബിൽഡർ ആവാൻ. അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞങ്ങളെ കാണിക്കുന്നതിന് പുറമെ നിങ്ങളെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന്. കണ്ടപ്പോൾ എനിക്ക് ഡിലീറ്റ് ആക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് അങ്ങനെ പോസ്റ്റ് ആക്കിയാണ്. പിന്നെ ഈ കയ്യിലുള്ള ഞരമ്പുണ്ടല്ലോ, ഇത് എക്സസൈസ് ചെയ്ത് വന്നതൊന്നല്ല. എൻ്റെ കൈ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എന്താ പറയുക, കുഞ്ഞുനാൾ മുതലേ അങ്ങനെയാണ്. മൊത്തത്തിൽ നമുക്ക് ഏജൊക്കെ തോന്നിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ കൈയിൻ്റെ തോലും കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഏജ്, ഡബിൾ ഏജ് തോന്നും. ഞരമ്പൊക്കെ ഇങ്ങോട്ട് പൊന്തി നിന്ന്. ചിലർ പറയും ചായ കുടിക്കൽ അധികമായിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്താ എനിക്ക് തോന്നുന്നത് പാരമ്പര്യം എന്നാണ്. എൻ്റെ കൈ അങ്ങനെയാണ്. അപ്പോൾ ആദിയുടെ കയ്യിലും അങ്ങനെ തന്നെ നല്ല ഞരമ്പാണ് കേട്ടോ. ഞങ്ങൾ ഞരമ്പ് മനുഷ്യന്മാരാണ്. അച്ചൂസിന് ഭയങ്കര സങ്കടം അച്ചുവിൻ്റെ കയ്യിൽ അതില്ലാത്ത. ഞാൻ പറയും എനിക്കതുള്ളതാണ് സങ്കടമെന്ന്. ചിലരുടെ കയ്യിൽ കണ്ടിട്ടില്ലേ ഭയങ്കര ഞരമ്പുകളാവുമല്ലോ, വയസ്സാവുമ്പോഴാണ് അങ്ങനെ അധികം എടുത്ത് കാണുക ഞരമ്പൊക്കെ. എനിക്ക് ഇപ്പോഴേ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പം എൻ്റെ ആദിക്ക് 10-17 വയസ്സാവുന്നേ ഉള്ളൂ, 16 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. അവൻ്റെ കൈകളിൽ രണ്ടിലും ഞരമ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുക. അപ്പോൾ അത് ചായ കുടിച്ചിട്ടാണോ അല്ലെങ്കിൽ പ്രായമായിട്ടാണോ, അത് അങ്ങനെ എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും മക്കൾക്ക് അത് ഇഷ്ടമാണ്, അതിനൊരു അനിഷ്ടമൊന്നുമില്ല. അതൊക്കെ ഒരു ട്രെൻഡാണത്രേ. പിന്നെ ബോഡി ബിൽഡർ ആകുമ്പോൾ ജിമ്മൊക്കെ ആകുമ്പോൾ കൈ ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ സ്റ്റൈലാണെന്നാണ് അവന്മാർ രണ്ടും പറയണത് കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഫോണിലെടുക്കുന്ന വീഡിയോസ് ക്ലിയർ ഇല്ലല്ലോ, ക്ലാരിറ്റി ഇല്ലല്ലോ, ഒരു നല്ല ഫോൺ മേടിക്കായിരുന്നു എന്നൊക്കെ ഓർത്തിരിക്കുമ്പോണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരി പ്രിയ കമൻറ്റ് ചെയ്യണം, ചേച്ചിയുടെ ഫോൺ ഏതാണ്, നല്ല ക്ലിയറും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടല്ലോ. അവൾ കണ്ടതിൽ വെച്ച് എൻ്റെ തോന്നുന്നു ഇത്തിരി നല്ല ക്ലിയറും ക്ലാരിറ്റിയും ഒക്കെ ഉള്ള ഫോൺ. പക്ഷേ നമ്മൾ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഒക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണൊക്കെ അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും പോരാ, നല്ല നല്ല ഫോണൊക്കെ തന്നെയാണ് അതിനൊക്കെ വേണ്ടത്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ തൽക്കാലം അതൊന്നും മാറ്റിയെടുക്കാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതും വെച്ച് അങ്ങനെ ഒപ്പിക്കുകയാണ്. എന്തായാലും ഒരു ഫോൺ മേടിക്കണം, ഏട്ടൻ്റെ ഫോൺ പറ്റി കേടുവന്നു. എന്നാൽ ഒരു നല്ല ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ഇതേട്ടന് കൊടുത്തിട്ടേക്ക് പുതിയത് എടുക്കാമായിരുന്നു. ഒന്നും അറിയില്ല, നോക്കണം. അങ്ങനെയൊക്കെ ഒരു ആലോചന ഇല്ലാതില്ല. ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ
നമ്മുടെ ഫോണിലിങ്ങനെ ഇടയ്ക്കൊരു മങ്ങിച്ച വരും. ആ സമയത്ത് ഇങ്ങോട്ട് ഇരുളും. ചിലപ്പോൾ നല്ലൊരു വെളിച്ചം അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ടച്ച് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു ക്ലാരിറ്റി ഒക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആകുമ്പോഴത്തേക്കും എനിക്കത് നോക്കിയും കണ്ടും ചെയ്യാമല്ലോ. എപ്പോഴും ഇപ്പോൾ ഒരാൾക്ക് നമ്മളിങ്ങനെ വ്ളോഗിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തരാനും കാര്യങ്ങൾക്കും പറ്റൂലല്ലോ. അപ്പോൾ ഉണ്ണി വീട്ടിലുണ്ട്, വേണേൽ ഒരിടത്ത് പറഞ്ഞാൽ ഓൻ ചെയ്യുകയും ചെയ്യേ. പക്ഷേ എപ്പോഴും നമ്മളെ കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ അതൊരു സങ്കടമാണ് എനിക്ക്. എന്നാൽ തന്നെ കഴിവതും അവൻ വീട്ടിലുണ്ടെങ്കിൽ അവൻ തന്നെയാണ് എന്നെ വീഡിയോ ഒക്കെ എടുത്ത് തരാറ് ട്ടോ. ഏട്ടന് ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ വേഗം ദോശയും ചട്നിയൊക്കെ ആക്കിയിട്ട് തായോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചട്നിയല്ല, നമ്മൾ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചിട്ട് വേണത്രേ മൂപ്പർക്ക് പോകാനായിട്ട്. അപ്പോൾ തദൃശം പണികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചമ്മന്തി പെട്ടെന്നായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചുട്ടത് അത്യാവശ്യക്കാർക്ക് അങ്ങോട്ട് കൊടുക്കാമല്ലോ. അതുപോലെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയിലിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. എന്നുവെച്ചാൽ ഈ മാസം എൻഡിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഒക്കെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായത്. മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നെയാണ്. പക്ഷേ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ല. കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഏർണിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുവിധം ഈ മന്ത് എൻഡോട് കൂടിയിട്ടാണ് യൂട്യൂബിൽ നിന്നുള്ള ഇൻകം ഒക്കെ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മണ്ടയിൽ വരെ കൊണ്ട് വേറെ എന്തെങ്കിലും ബ്ലോക്കായി കിടക്കുകയാണോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ ഏർണിങ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം വെച്ച് എനിക്ക് ഈ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം, നിങ്ങളടുത്ത് എല്ലായിടത്തും പറയണം എന്നൊക്കെ ഓർത്തിയാണ്. എനിക്കറിയാൻ പാടില്ല എൻ്റെ തലയിലെടുത്താണ് എനിക്ക് വന്നു പെട്ടെന്ന്. ഒരു കാര്യവും എനിക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നടക്കാറില്ല. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു സ്വാഗതം. വീഡിയോ ഓണാക്കിയിട്ട് പറയേ. അപ്പൊ ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തെടുക്കാൻ നന്ദി. നമസ്കാരം. ഇല്ലമ്മ. അപ്പൊ ഇനിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. എല്ലാ വ്ളോഗിന്റെ ആദ്യമാണ് നമ്മൾ ഇൻട്രോ ഒക്കെ പറയുക, എല്ലാവരെയും വീഡിയോയ്ക്ക് വെൽക്കം ചെയ്യും അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ അച്ചൂസിന് അത് എപ്പോഴാ തോന്നണ വെച്ചാൽ അപ്പൊ പറയണം കേട്ടോ. ഇക്കാണായിട്ടാണോ തോന്നുന്നത് മക്കളമ്മ? അപ്പൊ ഈ നോക്കത്തേക്കാണ് ഞങ്ങൾ പോയി. മുന്നേ ഒക്കെ തേങ്ങയ്ക്ക് യാതൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. എനിക്ക് ആവശ്യമുള്ള തേങ്ങ നമ്മുടെ 2-3 തെങ്ങിൻ്റെ തൊട്ടുനിന്ന് കിട്ടിയിരുന്നു കേട്ടോ. ഇപ്പോൾ 2 തെങ്ങയുള്ളൂ, ഒരു തെങ്ങ് മുറിച്ചു. അപ്പോൾ ഒട്ടും തേങ്ങയില്ല. അപ്പോൾ ഞാൻ അച്ഛനെ ഒരു തേങ്ങ മേടിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അവൻ എന്തൊക്കെയോ പറയുമായിരുന്നു, ഞാനതെല്ലാം സൗണ്ട് കമ്മിയാക്കിയാണ്. മാതിരി വർത്താനമൊക്കെ ആയിരുന്നു. കടയ്ക്ക് പോയി സാധനം മേടിക്കുന്നതിൻ്റെയൊക്കെ കയ്യും കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമായിരുന്നേ. അതുപോലെ എൻ്റെ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം, ഞാനിവിടെ ആദ്യയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ടൗണിൽ കൂടെയൊക്കെ ഒന്ന് നടന്നുല്ലോ. അതെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ബാങ്കിലൊക്കെ പോയെന്ന്. അങ്ങനെ ബാങ്കിൽ പോകുന്ന വഴിക്ക് അവിടെ ഒരു തുണിക്കട ഉണ്ട് കേട്ടോ. ആ മാമാട്ടി എന്നാണ് കടയുടെ പേര്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ പുറകുന്ന രശ്മി ഒന്നവിടെ നിൽക്കുന്ന ഒരാൾ. ഞാൻ നോക്കുമ്പോൾ എനിക്ക് നല്ല പരിചിതമാണ്, എന്നാൽ ഇത്തിരി അപരിചിതമായ അങ്ങനെ ഒരാൾ കേട്ടോ. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന ആളാണ്. ഞാൻ കാരണം ആരാന്ന് ഓർത്തെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മെമ്മറിയൊക്കെ വളരെ അരിച്ച് പിടിച്ച മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പഴയതൊന്നും കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറ, എന്നെ മനസ്സിലായോ, ആരാന്ന് മനസ്സിലായോ? ഞാൻ നിൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും കാണാറുണ്ട്, നിനക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അന്ത വിട്ട് കുന്ത വിങ്ങിയ ഒരു അവസ്ഥയിൽ അവളെ നോക്കി അങ്ങ് നിന്നു. എനിക്ക് മുഖം കാണുമ്പോഴത്തേക്കും നല്ല പോലെ കണ്ട മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ പേരും കിട്ടണില്ല, ഏത് ക്ലാസ്സിൽ പഠിച്ചാന്ന് പോലും ഓർമ്മ വരുന്നില്ല. അത്രയധികം പഠിച്ചിട്ട് പോലില്ല, ഒരുപാടങ്ങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടേനെ എന്നും ഞാൻ ഓർത്തു. അപ്പോൾ അവളിങ്ങനെ പാതേക്കരി സ്കൂളിൽ പഠിച്ചതാണ്. പിന്നെ അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം എനിക്ക് ആളെ പിടുത്താൻ കിട്ടിയിട്ടാ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഒത്തിരി സന്തോഷമായിട്ടോ. അവൾക്ക് നമ്മളെ ഡെയിലി കാണുന്ന ഒരാളെ കൂട്ട് അത്രയും പരിചിതം. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കാണുകയല്ലേ. ഞാനിങ്ങനെ ഓർത്തു, വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, വെളിച്ചപ്പാടിനാണല്ലോ ആരെയും അറിയാത്തല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോഴും ആ മുഖത്തുണ്ടായിരുന്ന എന്താ പറയുക, എന്നെ കണ്ടിട്ടുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, നേരിൽ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം, അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. മാത്രമല്ല അവളെ എനിക്കറിയാം, പേര് കിട്ടാത്തതാണ്, ഏത് ക്ലാസ്സിലാണ് പഠിച്ചതെന്നും ഓർമ്മ കിട്ടാത്തതാണ്. അതെൻ്റെ മെമ്മറി ഇഡിലോയുടെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല. എന്നാൽ ഉണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ നമ്മൾ 1, 2, 3 പഠിക്കുമ്പോൾ ഡിവിഷൻ വേറെയുള്ള കുട്ടികളെ അങ്ങനെ കുറേ പേര് എനിക്ക് ഓർമ്മയുണ്ട്, പേര് ഓർമ്മയുണ്ട്. അവരിപ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ടെന്നേ. പക്ഷെ എൻ്റെ കൂടെ പഠിച്ച കുറേ എണ്ണത്തിനെ മറന്നുപോയി, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ പറയുക, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്തായാലും എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായിട്ടാ. അവിടെ ഇടയിൽ നമ്മുടെ വ്ളോഗിൻ്റെ കാര്യത്തിൽ നിന്ന് പോയല്ലേ. അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ച വ്ളോഗാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വരാറുള്ള പാത്രക്കാരൻ, ഞായറാഴ്ചക്കാരൻ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നത് അതിനാണെങ്കിലും മൂപ്പരത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അതിന് ബദലായിട്ട് തൽക്കാലം ഒരു നോൺ സ്റ്റിക്ക് ചട്ടി ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ദോശച്ചട്ടി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തിരി കുണ്ടു കുഴിഞ്ഞ പാത്രം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പാത്രമാണ്. നമുക്ക് ഇത്തിരി ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാതിരി ഒരു പാത്രം. ദോശച്ചട്ടിയുടെ പിടുത്തവും പോന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ, എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് മേടിക്കില്ല. ഒരെണ്ണം മേടിച്ച് അത് വീടിക്കഴിഞ്ഞ് അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് വീടിക്കഴിഞ്ഞിട്ടാണ് അടുത്ത സാധനം മേടിക്കുള്ളൂ കേട്ടോ. ഇത്രയും കൂടെ മുന്നെയാണ് ദോശച്ചട്ടിയായിട്ട് ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദോശ മുഴുക്ക നമുക്ക് പുതിയ ചട്ടിയിൽ ചുട്ടെടുക്കാമായിരുന്നു. ഇതിപ്പോൾ ദോശ ചൂടിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരുന്നു. എന്നാലും കുഴപ്പമില്ല, മാവ് ബാക്കിയുണ്ട്. അപ്പം നമുക്ക് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയൊക്കെ ഉള്ള മാവും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസൊക്കെ അങ്ങോട്ട് ആക്കി ദോശച്ചട്ടിയുടെ ഉദ്ഘാടനം അങ്ങോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചട്ടിയായിരുന്നു കേട്ടോ. മുന്നത്തെ ചട്ടിയേക്കാളും അതിൻ്റെ പിടുത്തത്തിനൊക്കെ നല്ലൊരു മുറുക്കൊക്കെ ഉള്ള മാതിരി തോന്നി. അപ്പോൾ അതിൽ കിട്ടിയ ഒരു എന്താ പറയുക, ചകിരിയാണേ. പക്ഷേ ഇങ്ങനത്തെ ഒന്നും വെച്ചിട്ട് അത് കഴുകാൻ പറ്റില്ല എന്നേ, വര വീഴും. സ്പോഞ്ച് ചകിരിയാണ് ഈ നോൺ സ്റ്റിക്കൊക്കെ കഴുകാൻ നല്ല. അപ്പോൾ ഇതിവന് കുളിക്കുമ്പോൾ ഒക്കെ തേക്കാലോ എന്നും പറഞ്ഞിട്ട് അത് അവൻ എടുത്തേണ് കേട്ടോ. അപ്പോഴത്തേക്കും ദോശ ചുടലും ചട്നി അരക്കലും, ചട്നിയല്ല ചമ്മന്തി അരക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ ആദ്യം ഗണപതിക്ക് എന്ന് പറഞ്ഞ കൂട്ട് ആദ്യം അമ്മയ്ക്കാണ് ഇവിടെ കേട്ടോ. ഉപ്പും മുളകൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് തൃപ്തിയായിട്ടാണ് ഞാൻ വീട്ടിലുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്, കറക്റ്റാണ്. പിന്നെ വയറ് നല്ല വിശപ്പും ഉണ്ടായിരുന്നേ. അപ്പോൾ ടേസ്റ്റ് നോക്കിയും പാടി ഞാൻ അത്യാവശ്യം നല്ലൊരു പീസ് ദോശ തന്നെയാണ് അകത്താക്കിയിട്ടുള്ളത് കേട്ടോ. ഏട്ടനും ഉണ്ണിയൊക്കെയുള്ളതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഏട്ടനൊക്കെ കഴിക്കാൻ ധൃതിയായിട്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, മുന്നേ എപ്പോഴോ വെച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ ചായ കൂട്ടി. ഏട്ടനും ഒക്കെയൊക്കെ ടിഫിൻ്റെ കൂടെ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ചായയാണ് കേട്ടോ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നെൻ്റെ നാത്തൂനൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ മരുമക്കളും ഉണ്ണിയോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് നേരം കൂടി വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും 11 മണി 11:30 ആയി കാണും. എന്നുവെച്ചാൽ ഇന്ന് നമുക്കൊരു കുടിരിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞും കൂട്ട് ഒരുങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങൾക്ക് ഇന്നൊരു കുടിരിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പുറപ്പെട്ടിരിക്കാനായിട്ടില്ല, ഞാനും അച്ഛൻ. അപ്പം ഇനി അവിടെ പോയിട്ട് വരാം. ഈ ചുരിദാർ എങ്ങനെയുണ്ട്? ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ഇതിട്ട് ഞാൻ മുന്നേ ഒരു ഷോർട്സ് എങ്ങാനോ ചെയ്തിട്ടുണ്ട്, കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ചുരിദാറിൻ്റെ തന്നെ ബ്ലാക്ക് കളർ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യം നേരേക്കാൻ കൊടുത്തത്. പക്ഷെ എനിക്ക് നേരേക്ക് കിട്ടിയത് ഇതാണ്. അതിട്ടിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ വരാം. അല്ല, അത് കിട്ടിയിട്ടില്ല, എപ്പോഴും ശരിയാക്കി കിട്ടിയിട്ടില്ല. അത് ശരിയാക്കി കിട്ടുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഫംഗ്ഷന് പോകുമ്പോൾ അതിടാന്നൊക്കെ ഓർത്തി. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കട ഉണ്ടാവുമെന്നൊക്കെ സംശയമല്ലേ, ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ. അപ്പോൾ ഏട്ടൻ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നന്ദി. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫംഗ്ഷനൊക്കെ പോയിട്ട് വരട്ടെ. നമുക്ക് ലൈവ് പോയാലോ? ഞങ്ങൾ മൈസൂർ പോയിട്ട് കൊടുന്ന വലിയ പേനോടെ. 2 സ്കൂളിൽ പോണ കുട്ടികളുടെ വീടാണ്. പിന്നെ എൻ്റെ ബാഗിലും പെന്നുണ്ടായിരുന്നു, ഏട്ടൻ്റെ അടുത്ത് വെച്ച പെന്നുണ്ടായിരുന്നു. ഒരാവശ്യത്തിന് തിരഞ്ഞു വയ്ക്കുക, ഒറ്റ പെന്നും ഒക്കെ കിട്ടൂല കേട്ടോ. പിന്നെ അവസാനം ഒരിത്തിരി മഷിയുള്ള ഒരു പൊട്ട പെന്നും കൊണ്ടുവന്ന് നമ്മളിതുമ്പോൾ പേരൊക്കെ എഴുതി വെച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, അപ്പുറത്ത് ഏത്തിയമ്മ ഉണ്ട്, പിന്നെ നമ്മുടെ മുന്നിൽ വീട്ടിലുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകാനായിട്ട് ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. 2 പേരും ഒരു ടീഷർട്ടും പിന്നെ എനിക്ക് മാച്ചായിട്ടുള്ള ജീൻസ് പാൻറ്റും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ടീഷർട്ടാണ് ഇതിട്ടോ ആദ്യം ഇട്ടിട്ടുള്ളത്. ഒരു ലൈറ്റ് പച്ചയും വെള്ളയും കൂടെ ചേർന്നിട്ടുള്ള മിക്സറായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഇതിട്ട് കഴിഞ്ഞാൽ അവന് നല്ല ഭംഗിയാണ്. ഞാൻ ടൂർ പോകുമ്പോൾ പറഞ്ഞാണ് അവിടെ ഒന്ന് ഇതും കൂടെ ഇടാ, ഇതിട്ടിട്ട് നീ ഫോട്ടോ ഒക്കെ എടുക്കണേന്ന്. പക്ഷേ ഇത് കൊണ്ടുപോയി എൻ്റെ നിർബന്ധത്തിന് നല്ലാണ്ട് മൂപ്പര് ഇത് അവിടെ നിന്ന് ഇടേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഏട്ടനപ്പോൾ വീണ്ടും ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി കുടിരിക്കലിന് പോയി. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, നല്ല ഭംഗിയുള്ള വീടുമായിരുന്നു. അപ്പോൾ അവിടുത്തെ താത്ത ഇങ്ങനെ അടിപൊളിയായിട്ട് വീട് മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ബൊമ്മക്കുട്ടികളെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുക, കാണാൻ നല്ല ഭംഗിയാണ്. അതൊരു പ്രത്യേക ഷേപ്പിലൊക്കെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ലപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് പോരുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ വണ്ടി തന്നെയാണ്, അവൻ തന്നെയാണ് നമ്മളെ അങ്ങോട്ട് ആക്കി തന്നത്. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി. ഇത് ഉച്ചരിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ്. ഇന്നിപ്പോൾ നമ്മുടെ പിങ്കോസിൻ്റെ കൂടെ കളിക്കാനായിട്ട് 4 പേരും കൂടെ അങ്ങോട്ട് മേലെ കയറിയാണ്. എന്താ അറിയില്ല, പതിവിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് പിങ്കുട്ടി അച്ചയുടെ സെറ്റായിരുന്നു. മറ്റേത് എൻ്റെ സെറ്റായിരിക്കും, എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പിന്നെ ഇവരാരും വിളിച്ചാൽ പോവില്ല. ഇന്ന് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അച്ഛൻ ഇരിക്കുന്ന ആ ചെയറിൻ്റെ താഴെ പോയിരിക്കും. സ്റ്റൂള് പൊട്ടിയാണ്, അതവിടെ ഇട്ടാണ് മേലെ, അവിടെ കയറുമ്പോൾ ഇരിക്കാനായിട്ട്. അപ്പം അതിൻ്റെ താഴെ പോയിരിക്കുക, ഏട്ടൻ്റെ മടി കയറിയിരിക്കുക. അച്ചു കയറിയിരിക്കുമോ എന്ന് ഓർത്ത് ഭയങ്കര കുശുമ്പാണ് കേട്ടോ. ഇടയിൽ അച്ചൂട്ടൻ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പോയി എടുത്തിട്ട്, സാധാരണ എന്ത് എറിഞ്ഞു കൊടുത്താലും അത് കടിച്ച് പിടിച്ച് അച്ചുവിന് തന്നെ കൊണ്ടുവന്ന് കൊടുക്കാറില്ലാണ്. പക്ഷെ ഇപ്പോൾ ഒക്കെ മാറി. ഇപ്പോൾ അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് പോയി കടിച്ചെടുത്തിട്ട് അച്ചുവിന് കിട്ടാത്തൊരു ഭാഗത്തുള്ള ഒളിച്ച് കൊണ്ടുവയ്ക്കും. അച്ചുവിൻ്റെ കൈ കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള കളികളാണ് ഇപ്പോൾ 36ടെ കയ്യിലുള്ളത്. അപ്പം അങ്ങനെ അച്ചിയൊക്കെ ആയി കുറേ നേരം അവിടെ കളിച്ചു. അവിടെ ഏട്ടൻ്റെ മടിയിൽ കയറാനുള്ള തിരക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചൂട്ടൻ കയറുന്നത് അവർക്ക് ഭയങ്കര കുശുമ്പാണ്. ഏട്ടൻ പറയുന്നുണ്ട്, നീ ആ പെരുന്തമണയ്ക്ക് വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക, എന്നിട്ട് അവളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കുന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തവണ വിളിക്കണം എന്ന് വിചാരിച്ചപ്പോൾ പൈസയുടെ കാര്യങ്ങൾ സെറ്റായില്ല. പൈസയുടെ കാര്യങ്ങൾ സെറ്റായിട്ട് ഞാനവിടെ വിളിച്ചപ്പോൾ ഒരിക്കൽ അവർ ഫോൺ കൊടുത്തില്ല. അങ്ങനെ ഹെയറും മോന്തി ഒത്തിട്ട് അതുകൊണ്ട് റെഡി ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. ഞാനത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, റെഡിയാക്കണം എന്ന്. എന്താ ചെയ്യുക, റെഡിയാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ആടിയും തപ്പറയൊക്കെ വളർത്തി നടക്കുന്നത് കേട്ടോ. പാവ, അതിന് പലരും ശീലമായിരുന്നു. ആ മുടിയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് എല്ലാവരെയും നോക്കുന്നത്. അച്ഛനും മക്കളും മേലെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് താത്തിക്ക് ഇറങ്ങി. ഞാൻ പിന്നെ ചായക്കാക്കാൻ വേണ്ടി താത്തിക്ക് പോകുന്നു കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കി എല്ലാം കുടിച്ചു. പിന്നെ അകമ്പണി പുറം പണിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ രാവിലെ കുറച്ച് മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചല്ലേ, അതൊട്ടും ഓർമ്മ ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ അതെല്ലാം എടുത്ത് നന്നാക്കി കൂട്ടി. ഇത്തിരി കറി വെക്കണം, ഇത്തിരി വറുക്കണം. പിങ്കൂസിന് അതിൻ്റെ തലയൊക്കെ ഇട്ട് വേവിച്ച് ഒരു മത്തി ബിരിയാണി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പെൺകുട്ടിക്ക് മത്തി തലയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വലിയ മീൻ ഉണ്ടാവുമല്ലോ, കഷ്ണം മീൻ, അതിൻ്റെയൊക്കെ തലയിട്ടിട്ട് അവൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് അത് വല്ലാണ്ട് തിന്നാൻ വയ്യാന്ന്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളാണെങ്കിൽ അവളതിൻ്റെ തലയൊക്കെ നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോഴേ നമ്മളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നേക്കണം. പിന്നെ നമ്മളെ സബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മളെ ഒന്ന് സബ് ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ. പിന്നെ അന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ മത്തിയോണ്ട് കറി വെച്ചു, തേങ്ങയൊന്നും അരയ്ക്കാണ്ട് വെറുതെ പുളിയാക്കി വെക്കൂലേ, അങ്ങനെ ഒരു കറിയാക്കി പിറ്റേ ദിവസത്തേക്കും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 3/4 ഭാഗം മീനെടുത്ത് പെനച്ച് വെച്ചു, അതിന് കുറച്ചിട്ട് വറുക്കുകയും ചെയ്തു. ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. നാളത്തെ ദിവസം അങ്ങനെ ഇങ്ങോട്ട് ഓടിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ മത്തിച്ചാറ് മത്തി വറുത്ത് കൂട്ടിയിട്ട് ഓരൊക്കെ ഇടുന്ന ചോറ് അങ്ങോട്ട് കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരത്തേക്കും എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.